ഹലോ സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മൂന്നാറിൽ കേട്ടോ. അപ്പം മൂന്നാറിൽ പിന്നെ ഓഫ് റോഡാണ്. അപ്പോൾ ജീപ്പിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ അവിടുത്തെ ഭംഗികളൊക്കെ നമ്മുടെ അവിടുത്തെ ചെറിയ ചെറിയ വഴികളിലൂടെയും അതേപോലെ കുണ്ടും പിന്നെ അതേപോലെ ഇറക്കവും കയറ്റവും അങ്ങനെയൊക്കെയുള്ള വളരെ നേരോ റോഡിലാണ് ഈ ജീപ്പ് സഞ്ചരിക്കുന്നത് കേട്ടോ. വേണ്ട, വലിയൊരു വലിയൊരു ഇറക്കമാണ്, നല്ലൊരു ഇറക്കമാണ് കണ്ടോ. സൈഡിലൊക്കെ നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ നല്ല പച്ചപ്പാണ്. അത് എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയാണ് കേട്ടോ. മൂന്നാറിലൊക്കെ പോയിട്ട് നമുക്ക് ഈ ഓഫ് റോഡ് അത് ജീപ്പിൽ തന്നെ അത് ചെയ്യണം കേട്ടോ. അത്രയ്ക്കും വളരെ കണ്ടോ കണ്ടോ ആ സൈഡിലൊക്കെ നിൽക്കുന്ന ഫ്ലവറിനെ കണ്ടോ, എന്ത് മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. അല്ലേ, നല്ല ഇറക്കമാണ് കേട്ടോ. നല്ല വേണ്ട, വണ്ടി പോകുന്നത് നോക്കണം. എന്താ ഓഫ് റോഡ് തന്നെ, അത് ഓഫ് റോഡ് സെറ്റപ്പാണ്. നമ്മൾ കാറിലൊക്കെ പോയാൽ നമുക്ക് ഇത്രയൊന്നും അതിൻ്റെ ആ ഭംഗി ആസ്വദിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതിന് ജീപ്പ് സഫാരിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കേട്ടോ. കൊക്കോ മരങ്ങളാണ് നിൽക്കുന്നത്. കൊക്കോ പഴം പോത്തുപാറ, ഇത് ചോക്ലേറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഈ കൊക്കോ പഴം ഇതിന്റെ സീഡാണ് നമുക്ക് ചോക്ലേറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പോത്തുപാറ ഇപ്പൊ കുറച്ച് നല്ല റോഡാക്കിട്ട് ഇനി വീണ്ടും അടുത്ത സൈറ്റിലേക്കാണ് ഇനി പോകുന്നത് കേട്ടോ. ആനച്ചാലല്ലേ, നല്ല വളവും തിരിവും ഒക്കെ ഉള്ള ഒരു ഡ്രൈവിംഗ് ഒക്കെ നമുക്ക് വളരെ ആസ്വദിച്ച് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പക്ഷെ അത് പ്രത്യേകിച്ചും ജീപ്പിലാവുമ്പോൾ അത് അവിടെ തന്നെ ഈ ജീപ്പ് സഫാരിക്ക് വേണ്ടിയുള്ള എല്ലാ സെറ്റിങ്സും അവിടെ ഈ മൂന്നാറിൽ ഒത്തിരി ഏജൻസികളുണ്ട്, അതേപോലെ ആൾക്കാരുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ മൂന്നാറിലൊക്കെ ഓരോ വീടുകൾക്കും ഓരോ ജീപ്പ് നമ്മൾ അവിടെ ഉണ്ട്. ഓരോ ജീപ്പ് ഓരോ വീടിനും ഉണ്ട്. എന്തായിരുന്നാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ ഈ ഓഫ് റോഡ്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ഈ വന്ന ഗസ്റ്റുകളാണ് നമ്മുടെ അടുത്ത് നമുക്ക് യാത്രയ്ക്ക് പോകാം എന്നൊക്കെ അവരാണ് വിളിച്ചിട്ട് പോകുന്നത് കേട്ടോ. ഒന്നും വന്നിട്ടില്ല. എന്താ ഭംഗിയെന്നറിയാവോ, നല്ല തണുത്ത കാലാവസ്ഥയാണ്. അതേപോലെ ഇപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ ആയല്ലോ. അപ്പോൾ നമ്മുടെ ഈ കുട്ടികളൊക്കെ എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ്, നമുക്ക് ഈ വെക്കേഷനൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒന്ന് കറങ്ങാനും പല പല കാഴ്ചകൾ കാണാനും ഒക്കെ മക്കളൊക്കെ ആഗ്രഹിക്കത്തില്ലേ. അപ്പോൾ ആയതുകൊണ്ട് ഏറ്റവും ബെറ്റർ ചോയ്സ് എന്നുള്ളത് നമുക്ക് മൂന്നാറാണ് ഏറ്റവും നല്ല ചോയ്സ് കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മുടെ സിപ്പ് ലൈൻ പോലെ ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു നമ്മളിപ്പോൾ വീണ്ടും ജീപ്പ് നമ്മളിതിപ്പോൾ ഒരു സൈറ്റിലേക്ക് അടുത്ത സൈറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഒത്തിരി ജീപ്പുകളാണ് ഈ ഗസ്റ്റുകളായതിൽ വരുന്നതെല്ലാം. ഇത് ഏകദേശം നമ്മളൊരു വാട്ടർഫാൾസിൻ്റെ അടുത്താണെന്ന് തോന്നുന്നു, അറിയത്തില്ല, നോക്കാം നമുക്ക്. സൈഡിലൊക്കെ കച്ചവടക്കാരും മറ്റുള്ളതൊക്കെ എല്ലാവരും ഇരിപ്പുണ്ട്. ഭയങ്കര ഇതാണ്ട, അടുത്ത് തന്നെ റോഡ് പോലും ഇല്ല. അടുത്ത പാറയുടെ പുറത്ത് അടുത്ത് ജീപ്പ് കൊണ്ട് ലാൻഡ് റോഡില്ല, പാറയ്ക്ക് പുറത്താണ് പോകുന്നത് വണ്ടി. നല്ലൊരു സൈറ്റാ, നല്ല സൂപ്പർ സൈറ്റാണ്. ആഹാ, അപ്പോൾ ഇവിടെ വാട്ടർഫാൾസ് അപ്പോഴാണ് കാണുന്നത് ഞാൻ കേട്ടോ.
വാട്ടർഫാൾസും കരിങ്കല്ലും നല്ല ഷേപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. വളരെ പ്രകൃതി രമണീയമായ, നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചകളും വളരെ എന്താ പറയുന്നത്, വളരെ മനോഹരമായൊരു സൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആരും നമുക്ക് വേസ്റ്റ് ആക്കണ്ട. നമുക്ക് വളരെ ചിലവില്ല, ചിലവ് കുറവാണ്. നമ്മൾ 1-2 ദിവസം നമ്മൾ മൂന്നാറിൽ താമസിക്കുക, അതേപോലെ അവിടുത്തെ സൈറ്റ് സീനും മാട്ടുപ്പെട്ടി ഡാം, ചെങ്കുളം ഡാം, ഇങ്ങനെയൊക്കെ പല പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബെന്യാമിനാണ് കേട്ടോ. ബെന്യാമിൻ്റെ കരിക്ക് വെട്ടലാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് കേട്ടോ. നല്ല താടിക്കാരൻ്റെ തൂക്കുപാലാണ് കേട്ടോ, അല്ലേ? ആണോ? എന്തോ ആഴമാണ്, ആഴം കാണിച്ചു തരാം. ആണ് ആഴം കേട്ടോ, തൂക്കുപാലം. അപ്പോൾ പോലെ ഹാങ്ങിങ് ബ്രിഡ്ജ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ്. അതിമനോഹരമായ രീതിയിൽ നമ്മുടെ ഈ തൂക്കുപാലം ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ വീണ്ടും നമ്മൾ സഞ്ചാരം തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ പൊന്മുടി ഡാം, മൂന്നാറിലുള്ള പൊന്മുടി ഡാമിൻ്റെയൊക്കെ അടുത്തെത്തിയായിരുന്നു. ഏകദേശമൊക്കെ പൊന്മുടി ഡാം ആണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പൊന്മുടി ഡാമിൻ്റെ കാഴ്ചകളിലേക്ക് ഇനിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്മുടി ഡാം കേട്ടോ. വലിയൊരു ഡാമാണ്, വലിയ ഡാമും. ഇത് ഡാമിൻ്റെ പുറത്തൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഡാമിൻ്റെ റിസർവോയർ ആ ഏരിയയാണ് കേട്ടോ. ഡാമിൻ്റെ റിസർവോയർ ഏരിയയാണ്. അതാണ്ട് വാഹനങ്ങളൊക്കെ ഇടുങ്ങിയ രീതിയിൽ, എന്നാലും ബസ്സൊക്കെ പോകും കേട്ടോ. KSRTC ബസ്സൊക്കെ ഞാൻ നമ്മുടെ വാഹനത്തിന് തൊട്ട് മുമ്പ് പോയായിരുന്നു. KSRTC ബസ് ഞാനതൊക്കെ കണ്ടായിരുന്നു. അതാണ്ടോ ഇങ്ങനെ ഓരോ വലിയൊരു ഡാമാണ്. നല്ല അതിൻ്റെയൊക്കെ വൃഷ്ടി പ്രദേശമാണ്. വളരെ മനോഹരമായിട്ടാണ് നമുക്ക് ഇതെല്ലാം കാണാൻ സാധിക്കുന്നത് കണ്ടോ. എന്ത് മനോഹരമായിരിക്കുന്നു അതിൻ്റെ ആ സൈഡൊക്കെ, നന്നായിരിക്കുന്നു. അടിപൊളി ആണ് പൊന്മുടി ഡാം കേട്ടോ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി സീനുള്ള ഏരിയയാണ്. ആണ്ടാ ഒട്ടകം ഉണ്ടോ. ഡാമിൻ്റെ ആ മറ്റേ സൈഡുകളിലുള്ള ആ മലയും കുന്നും ഇറക്കവും മറ്റുള്ള ഭംഗികളൊക്കെ ആസ്വദിക്കും.
ആണെങ്കിൽ വിടുമല്ലോ. ഓക്കെ കുഴപ്പമില്ല, ബാക്കി സീറ്റുകളിൽ ഓക്കെ കുഴപ്പമില്ല. വണ്ടി പേപ്പറല്ലേ സമയത്ത് ഓക്കെ ആയിരിക്കും.